പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എന്ന മഹാശക്തിയുടെ നയതന്ത്രജ്ഞതയും ഇച്ഛാശക്തിയും ലോകം വീണ്ടും ചർച്ച ചെയ്യുകയാണ്. ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിൽ സമാധാനത്തിന്റെ ഒരു പുതിയ പുലരിക്ക് ഇറാൻ തുടക്കമിടുമ്പോൾ അതിനെ തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇവിടെ പുറത്തുവരുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് ഒരു വലിയ ജനതയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ തന്റെ അന്തസ്സും പരമാധികാരവും പണയപ്പെടുത്താതെ തന്നെ സമാധാനത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് ഇറാൻ. ഒരു രാജ്യത്തിന് മേൽ അടിച്ചേൽപ്പിക്കാവുന്ന ഏറ്റവും ക്രൂരമായ ശിക്ഷയാണ് സാമ്പത്തിക ഉപരോധം. ഇറാന്റെ എണ്ണ വിപണിയെ തകർക്കാനും ബാങ്കിംഗ് സംവിധാനങ്ങളെ നിശ്ചലമാക്കാനും അമേരിക്ക ശ്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. എന്നാൽ ഈ വെല്ലുവിളികൾക്കിടയിലും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നോട്ട് വെച്ച 3 ഘട്ടങ്ങളുള്ള സമാധാന ഫോർമുല ഇറാന്റെ നയതന്ത്രപരമായ വിജയമാണ്. ഉപരോധങ്ങൾ നീക്കം ചെയ്യുക, പ്രാദേശിക സമാധാനം ഉറപ്പാക്കുക, സാമ്പത്തിക സുരക്ഷയ്ക്ക് ശേഷം മാത്രം ആണവ ചർച്ചകൾ. ഇതാണ് ഇറാന്റെ മാന്യമായ നിലപാട്. വിശക്കുന്ന വയറുമായി ചർച്ചാമേശയിൽ ഇരിക്കാൻ ആർക്കും കഴിയില്ല എന്ന ഇറാന്റെ പ്രഖ്യാപനം ലോകത്തിനു മുന്നിൽ അവർ ഉയർത്തിപ്പിടിക്കുന്ന നീതിയുടെ ശബ്ദമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇറാന്റെ നിർദ്ദേശങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്നത് അവരുടെ അഹങ്കാരത്തിന്റെ തെളിവാണ്. മാക്സിമം പ്രഷർ എന്ന നയം വഴി ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന് ട്രംപ് കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തെറ്റി. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, ഇറാൻ അത്ര എളുപ്പത്തിൽ കീഴടങ്ങുന്നവരല്ല. ആണവായുധങ്ങൾ തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അതിനെ ഒരു ആയുധമാക്കി മാറ്റി ഇറാനെ വേട്ടയാടാനാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അടക്കമുള്ളവർ ശ്രമിക്കുന്നത്. ഹോർമുസ് കടലെടുക്ക് അടഞ്ഞുപോയാൽ ആഗോള വിപണിയിലെ എണ്ണ വില കുതിച്ചുയരും. അത് ലോകത്തിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കും. ഇതിന് ഇറാനെ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് നീതിയാണുള്ളത്? സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ ഏതൊരു രാഷ്ട്രവും ചെയ്യുന്ന പ്രതിരോധം മാത്രമാണ് ഇറാൻ അവിടെ കാഴ്ചവെക്കുന്നത്. ഇറാനിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ പരിഹസിക്കുന്ന ട്രംപിന്റെ രീതി തികച്ചും അസഹനീയമാണ്. സമാധാനത്തിനായി ഒരു പടി മുന്നോട്ട് വയ്ക്കാൻ ഇറാൻ തയ്യാറാകുമ്പോൾ അതിനെ സംശയത്തോടെ വീക്ഷിക്കുന്നത് മേഖലയിൽ സമാധാനം ഉണ്ടാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഹോർമുസ് കടലെടുക്ക് തുറന്നു കിടക്കുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. വളം, ഭക്ഷ്യവസ്തുക്കൾ, ഇന്ധനം എന്നിവയുടെ വില നിയന്ത്രിക്കണമെങ്കിൽ ഇറാന്റെ ന്യായമായ നിർദ്ദേശങ്ങൾ അംഗീകരിക്കപ്പെടണം. ഇറാന്റെ മേലുള്ള ഉപരോധം ഇന്ന് ലോകത്തിന്റെ മുഴുവൻ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ആണവ ചർച്ചകൾ പിന്നീടാകാം എന്ന ഇറാന്റെ നിർദ്ദേശം തികച്ചും പ്രായോഗികമാണ് എന്ന് തന്നെ പറയാം. കാരണം സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെടാതെ ഒരു ഉടമ്പടിയും ശാശ്വതമാകില്ല. ഇറാനിയൻ ജനതയുടെ അന്തസ്സും അവകാശങ്ങളും മാനിക്കപ്പെടുന്ന ഒരു കരാറിലൂടെ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ ശാശ്വത സമാധാനം ഉണ്ടാവുകയുള്ളൂ. ട്രംപ് ഭരണകൂടം ഈ അവസരം പാഴാക്കരുത്. വെറുപ്പിന്റെയും ഉപരോധത്തിന്റെയും ഭാഷ മാറ്റി ഇറാന്റെ സൗഹൃദത്തിന്റെ ഭാഷ മനസ്സിലാക്കാൻ അമേരിക്ക തയ്യാറാകണം എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വരെ പറയുന്നത്. ഹോർമുസിലെ നിശബ്ദത അവസാനിക്കട്ടെ. അവിടെ ഇറാന്റെ കരുത്തുറ്റ നേതൃത്വത്തിൽ സമാധാനത്തിന്റെ കപ്പലുകൾ സഞ്ചരിക്കട്ടെ. പശ്ചിമേഷ്യയിൽ ഇറാന്റെ കരുത്ത് എന്നത് കേവലം സൈനികമല്ല, മറിച്ച് അത് നീതിയുടെയും സത്യത്തിന്റെയും കരുത്താണ്. അമേരിക്കയുടെ അടിച്ചമർത്തലുകളെ അതിജീവിച്ച് ഇറാൻ മുന്നോട്ടു പോകുമ്പോൾ അത് ലോകത്തിലെ എല്ലാ അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്കും വലിയൊരു ഊർജ്ജമാണ്.